ഡോക്ടർ ബി ജയരാജ്, അങ്ങ് അരമണിക്കൂർ ഈ ചർച്ചയിൽ ഉണ്ടായിരുന്നില്ല. ഒന്ന് ക്രോഡീകരിച്ച് പറയുകയാണെങ്കിൽ, നായാടി തൊട്ട് നമ്പൂതിരി വരെ എന്നുള്ള കാഴ്ചപ്പാട് മാറി നായാടി തൊട്ട് നസ്രാണി വരെ എന്ന് ചിന്തിക്കാനുള്ള ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിലേക്ക് കേരളം എത്തിയിരിക്കുന്നു എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് വ്യക്തമാക്കിയത്. ഉദാഹരണ സഹിതമാണ് അദ്ദേഹം ചില കാര്യങ്ങൾ കേരള സമൂഹത്തിന് മുൻപാകെ തുറന്നു പറയുന്നത്. എങ്ങനെയാണ് ഇടതുപക്ഷം ഈ വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനയെ കാണുന്നത്? വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവന തികച്ചും സ്വാഗതാർഹമായ പ്രസ്താവന തന്നെയാണ്. അതിനകത്ത് യാതൊരു സംശയമില്ല. കാര്യം വെള്ളാപ്പള്ളി നടേശൻ ഉദ്ദേശിച്ചത്, എനിക്ക് തോന്നുന്നു, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് ഇന്ത്യയുടെ കോൺസെപ്റ്റ് തന്നെയാണ്. അവിടെ നായാടി മുതൽ നസ്രാണി വരെ മാത്രമല്ല, മറ്റെല്ലാ ജനവിഭാഗങ്ങൾക്കും അവരവരുടേതായ മതത്തിലും മറ്റ് ആചാരങ്ങളിലും വിശ്വസിച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ശ്രീനാരായണ ഗുരുവും പറഞ്ഞത്. വെള്ളാപ്പള്ളി നടേശന് അത് തന്നെയാണ് പറയുന്നത്. ഗുരുവിൻ്റെ ധർമ്മം അങ്ങനെ തന്നെയാണല്ലോ. അതിനകത്ത് യാതൊരു സംശയമില്ലല്ലോ. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ റവല്യൂഷണറി ആയിട്ടുള്ള ഒരു ഗുരുവായിരുന്നു ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവാണ് ചരിത്ര മാറ്റത്തിന് ഏറ്റവും വലിയ, കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലാണെങ്കിലും സാമൂഹിക ചരിത്രത്തിലാണെങ്കിലും ഏറ്റവും വലിയ മാറ്റങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത്. അതുപോലെ യുഗപ്രഭാവനായ ഒരു വ്യക്തിയുടെ പേരിലുള്ള ഒരു സംഘടന അല്ലെങ്കിൽ അതിൻ്റെ ഒരു മഠം, അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം, അവിടെയൊക്കെ നടക്കുന്നത് വളരെ അളന്നു കുറിച്ചുള്ള പ്രസ്താവനകളും അതിനെ തുടർന്ന് സാമൂഹിക തലത്തിൽ ഉയർത്തിവിട്ടിട്ടുള്ള മറ്റു ചില ചോദ്യങ്ങളുമാണ്. ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു ചോദ്യം, എന്താണ് ഈ സനാതനം, എന്താണ് ഈ സനാതന ധർമ്മം എന്നുള്ളതാണ്. സനാതനം എന്ന് പറയുന്നത് അങ്ങേയറ്റം ഫിലോസഫിക്കൽ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. അതിനകത്ത് പറയുന്നത് സെൽഫ് റിയലൈസേഷനിലൂടെ ട്രാൻസെൻഡൻസിലോട്ട് എത്തപ്പെടുക എന്നുള്ളതാണ്. തന്നെ മനസ്സിലാക്കി ട്രാൻസെൻഡൻസിലോട്ട് എത്തപ്പെടുക. അതുകൊണ്ടാണ് ആദ്യമേ കല്ലിനെ പ്രതിഷ്ഠ ഒരു പ്രത്യേക ജാതിക്കാർക്ക് മാത്രം അവകാശപ്പെട്ടതെന്നുള്ളത് പൊളിച്ചു കളയുകയും ഞാൻ പ്രതിഷ്ഠിച്ചത് ഈഴവ ശിവനെയാണെന്ന് വളരെ ശക്തമായി അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയും അദ്ദേഹം ആ ഒരർത്ഥത്തിൽ ഒരു ഐക്കണോക്ലാസ്റ്റ് ആയിരുന്നു, ഒരു വിഗ്രഹ ഭഞ്ജകനായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് ശ്രീനാരായണ ഗുരുവിനെ വായിച്ചെടുക്കാം. അതിനുശേഷം അടുത്ത ഘട്ടത്തിൽ എന്താണ് ചെയ്തത്? കണ്ണാടി പ്രതിഷ്ഠ നടത്തുകയും കണ്ണാടിയിലൂടെ നീ തന്നെയാണ് ദൈവം, നീ കണ്ണാടിയിൽ കാണുന്ന നീ തന്നെയാണ് ദൈവം എന്ന് പറയുന്നത് ശരിക്കും അത് തന്നെയാണ് സനാതനം. പക്ഷേ സനാതനികളെന്ന് അവകാശപ്പെടുന്ന നമ്മുടെ ഗോസായിമാർ, ഉത്തരേന്ത്യൻ ഗോസായിമാർക്ക് സനാതന ധർമ്മം എന്നുകൂടെ, ഇതിപ്പം ബ്രഹ്മചാരി എങ്ങനെയാണ് നൈഷ്ഠിക ജന്മചാരി ആവുന്നത്, അതുപോലെയാണ് സനാതനം എങ്ങനെയാണ് സനാതന ധർമ്മമാകുന്നത്. സനാതന ധർമ്മം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ്, ആ സനാതന ധർമ്മം ഉറക്കെ വിളിച്ച് പറയുന്നതിലൂടെ അതിൻ്റെ പൊളിറ്റിക്കൽ ആസ്പെക്ട്സ് എന്തൊക്കെയാണ്, അതിൻ്റെ സോഷ്യോ പൊളിറ്റിക്കൽ റീസൺസ് എന്തൊക്കെയാണ് എന്നുള്ളത് ആര്യസമാജം അടക്കമുള്ള ആളുകൾ ചോദ്യം ചെയ്തിട്ടുള്ള കാര്യമാണെന്നേ. ഇത് ആര്യസമാജം വളരെ കൃത്യമായിട്ട് നേരത്തെ തന്നെ ഈ സനാതനവാദത്തിനെതിരെ, സനാതന ധർമ്മവാദത്തിനെതിരെ ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. അപ്പോഴാണ് പുതിയ ഒരു രീതിയിൽ ഒരു ഹിന്ദു ഏകീകരണത്തിൻ്റെ ഒരു മാർഗമായി, അല്ലെങ്കിൽ അതിനെ എല്ലാവരെയും ഒരേ നൂലിൽ കെട്ടിക്കൊണ്ടുവരിക എന്നുള്ളൊരു ഐക്യമൊക്കെ നല്ലതാണ്. പക്ഷെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ എല്ലാവരും ഒരുമിച്ച് അതാണ് ഇവിടുത്തെ പ്രശ്നവും. താങ്കൾ പറഞ്ഞത് എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുക എന്നതാണ് വെള്ളാപ്പള്ളി നടേശൻ ഉദ്ദേശിക്കുന്നത് എന്നാണ്. ഡോക്ടർ ബി ജയരാജ്, അങ്ങയുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു വെച്ചത്, നായാടി മുതൽ നസ്രാണി വരെയുള്ളവർ ഒരുമിക്കണം എന്ന് പറയുമ്പോൾ ഒരു ഹൈന്ദവ ക്രൈസ്തവ ഐക്യമാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അതിന് പിന്നിൽ വളരെ കൃത്യമായ രാഷ്ട്രീയമുണ്ട്. ഈ കേരളം നിയന്ത്രിക്കുന്നത്, കേരളത്തിന്റെ വോട്ട് ബാങ്ക് നിയന്ത്രിക്കുന്ന ചില ശക്തികൾക്കെതിരായ തുറന്നു പറച്ചിലാണ് ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിരിക്കുന്നത്. അല്ലാതെ സാമാന്യവൽക്കരിക്കുകയല്ല ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. അതിലെ രാഷ്ട്രീയമാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഞാൻ പറയട്ടെ, ഇതിനകത്തുള്ളൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നായാടി മുതൽ നസ്രാണി വരെ, ഈ മുതൽ തൊട്ട് നസ്രാണി വരെ എന്നുള്ളതിനകത്ത് ഒരുപാട് ഘടകങ്ങൾ വേറെയുണ്ട്. അത് വെള്ളാപ്പള്ളി എല്ലാം എടുത്തെടുത്ത് പറഞ്ഞിട്ടില്ല. ഈ മുതലിനകത്ത് ആരെ വേണമെങ്കിലും ഉൾക്കൊള്ളാവുന്നതാണ്. അഥവാ ഇനി വെള്ളാപ്പള്ളി നടേശൻ ആരെയെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ചിന്താധാര ഇവിടെ തുറന്നു കിട്ടുമല്ലോ. താങ്കൾ എന്താണ് അതിൽ നിന്ന് ഉദ്ദേശിച്ചത്? ഇത്രയേ ഉള്ളൂ. അല്ല, അതിൽ നിന്ന് മനസ്സിലാക്കിയതാണ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, നാനാത്വത്തിൽ ഏകത്വം എന്നുള്ള തത്വം തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്.
ആ ഒരു അർത്ഥത്തിലാണ്. അതിനകത്ത് ദോഷേക തീർക്കാവേണ്ടുന്ന കാര്യമൊന്നുമില്ല. എല്ലാവരും സർവധർമ്മ സമഭാവനയോടെ ജീവിക്കുക എന്നുള്ള അർത്ഥത്തിൽ മാത്രമാണ് ഉദ്ദേശിച്ചത്. ഇതിനകത്ത് മുഖ്യമന്ത്രി പറഞ്ഞ എന്താണ്, അതിന്റെ സോഷ്യോ പൊളിറ്റിക്കൽ ആംഗിളിലാണ് സംസാരിച്ചത്. അതായത് ധർമ്മ സംസ്ഥാനത്തിന്റെ കാര്യമല്ല പറഞ്ഞത്. അവിടെ പറഞ്ഞത് ചാതുർവർണ്ണ വ്യവസ്ഥിതിക്കെതിരെയും ചാതുർവർണ്ണ വ്യവസ്ഥിതിക്കെതിരെ പോരാടേണ്ടതിന് പിന്നെ കാസയുടെ ക്രിസ്ത്യാനികളെ എതിർക്കണമെന്നോ ഈ ഒരു പ്രസ്താവന വീണ്ടും ഉയർന്നു വന്നതിന് പിന്നിലെ ഒരു രാഷ്ട്രീയം നമ്മളൊന്ന് പരിഗണിക്കണം. അതായത് കഴിഞ്ഞ ഡിസംബർ ആദ്യ വാരത്തിൽ മൈസൂരുവിൽ നടന്ന നേതൃ ക്യാമ്പിലാണ് ഇത്തരത്തിലൊരു മുദ്രാവാക്യം SNDPയുടേതായി പുറത്തുവിടുന്നത്. അതിന് അത്ര വലിയ രീതിയിൽ ഇവിടെ മാധ്യമങ്ങൾ അത് ആഘോഷിച്ചില്ല. അതിൻ്റെ വളരെ കൃത്യമായ കാരണം നമുക്കറിയാം. ഈ ഒരു ചർച്ച നമ്മുടെ നാട്ടിൽ വരരുത് എന്ന് വളരെ കൃത്യമായ ഒരു അജണ്ട ഇതിന് പിന്നിലുണ്ടായിരുന്നു. തുടർന്നാണ് ശിവഗിരിയിൽ സമ്മേളനം നടന്ന സമയത്ത് അവിടെ സച്ചിദാനന്ദ സ്വാമി ഒരു കാര്യം പറയുന്നത്, അത് മുഖ്യമന്ത്രി ഏറ്റെടുക്കുന്നത്. പിന്നീട് ഉണ്ടായ കോലാഹലങ്ങളെല്ലാം യഥാർത്ഥത്തിൽ എന്താണോ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു വെച്ചത് അതിലേക്ക് ഈ ചർച്ച പോകാതിരിക്കുക എന്ന ബോധപൂർവമായ ഒരു അജണ്ട മുന്നോട്ട് വെക്കുകയാണ് യഥാർത്ഥത്തിൽ ഇടത് വലത് മുന്നണികൾ ചെയ്തത്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ചെയ്തത്. ഇതിനകത്ത് ഇപ്പൊ വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയെ വിവക്ഷിച്ച് കാണാനോ അല്ലെ അദ്ദേഹത്തിനെ വിമർശിക്കാനോ ഞാൻ ആളല്ല. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള താല്പര്യങ്ങളും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള രാഷ്ട്രീയ കാഴ്ചപ്പാടും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള രീതികളും ഉണ്ടാവും. അദ്ദേഹത്തിൻ്റെ ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘമായിട്ട് ചില അങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ശിവഗിരിയിലെ സച്ചിദാനന്ദ സ്വാമി പറഞ്ഞത് 60 മഠങ്ങളിലെ സന്യാസിമാർ ഒത്തുചേർന്ന് അവിടെ തൃശ്ശൂർ വെച്ചെടുത്ത തീരുമാനത്തിൻ്റെ കാര്യമാണ്. ആ കാര്യമാണ് ഇവിടെ പറഞ്ഞത്. ഈ ഷർട്ട് ധരിക്കുന്നതിൻ്റെ കാര്യം നമ്മൾ പണ്ട് കഥകളിലൊക്കെ കേട്ടിട്ടുണ്ട്. ബ്രാഹ്മണൻ കുളിക്കാൻ ഇറങ്ങുമ്പോൾ തോർത്ത് തിരിച്ചറിയാൻ വേണ്ടി കൂന കൂട്ടി വെച്ചിട്ട് അതിൻ്റെ പുറത്ത് തോർത്ത് വെച്ചിട്ട് പോയപ്പോൾ തിരിച്ചു വന്നപ്പോൾ തോർത്ത് തിരിച്ചറിയാൻ പറ്റാതായി എല്ലാവരും കൂന കൂട്ടി അതിൻ്റെ മേളിൽ തോർത്ത് വെച്ചേക്കുന്നത്. അങ്ങനെയാണ് ആചാരങ്ങൾ ഉണ്ടാവുന്നത്. ആ ആചാരങ്ങൾ, നല്ല ആചാരങ്ങളെ നമ്മൾ ഫോളോ ചെയ്യുകയും ചീത്ത ആചാരങ്ങളാണെന്ന് തോന്നുകയാണെങ്കിൽ അതിനെ ഒഴിവാക്കുകയും ചെയ്യണം. അതിന് പെട്ടെന്നൊരു നടപടി എടുത്ത് അല്ലെങ്കിൽ ഒരു സർക്കാർ നടപടിയിലൂടെ അല്ല, ഒരു സമവായത്തിലൂടെ കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തണം. ഈ കേരളം എന്ന് പറയുന്നത്, ചരിത്രം എന്ന് പറയുന്നത്, കേരളത്തിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ രാജശാസനത്തിലൂടെയാണ് മാറുമറയ്ക്കൽ അവകാശം സ്ഥാപിച്ചെടുത്തത്. അതിന് ഒരുപാട് സമര പാരമ്പര്യങ്ങളുടെ കഴിവുണ്ട്. അതിനുശേഷവും 50 വർഷത്തോളം കാലം ഇപ്പോൾ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കയറുന്നതിന് സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ അവകാശമില്ലായിരുന്നു. രാജശാസനം വന്നതിന് ശേഷം 50 വർഷത്തിനപ്പുറവും. എന്നിട്ട് ഉൽപ്പതിഷ്ണാക്കളായ ചില ആളുകൾക്ക് തോന്നിയതിൻ്റെ ഭാഗമായിട്ടാണ് ആ കസ്റ്റം അവിടെ അവസാനിപ്പിച്ചത്. അത് ഇപ്പോഴും തുടർന്നിരുന്നെങ്കിലോ, അന്ന് നടന്ന ആചാരമാണെന്ന് പറഞ്ഞ് ഇപ്പോഴും തുടർന്നിരുന്ന എന്ത് വൃത്തികേടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സമൂഹം പരിഷ്കരിക്കപ്പെടുന്നതിന്റെ വിവിധ പരിണാമ പ്രക്രിയകളാണ് അതൊക്കെ എടുത്തെടുത്ത് പറയേണ്ട കാര്യമില്ല. അത് ആധുനിക സമൂഹത്തിലേക്ക് എത്തുമ്പോൾ എന്തെല്ലാം സംഭവിക്കുന്നു, എന്തെല്ലാം മാറ്റങ്ങൾ വരണമെന്ന് ഒരു പുരോഗമന സമൂഹം ആഗ്രഹിക്കുന്നതാണ്. പക്ഷെ എൻ്റെ ചോദ്യം വേറൊന്നുമല്ല, ഇത് പറയാൻ മുഖ്യമന്ത്രിക്ക് എന്താണ് അവകാശം? മുഖ്യമന്ത്രിയാണോ ഇത്തരം കാര്യങ്ങളിൽ, ആചാരപരമായ കാര്യങ്ങളിൽ അഭിപ്രായം പറയേണ്ടത്? താങ്കൾ പറയുന്നത് പോലെ ഒരു സമഭാവനയുടെ ഭാഗമായാണ് മുഖ്യമന്ത്രി അത്തരത്തിൽ ഒരു പ്രസ്താവന നടത്തിയതെന്ന് പറയാൻ കഴിയുമോ?